നമസ്കാരം, അറ്റൻഡൻസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. മലയാളത്തിലെ മായാത്ത രണ്ടക്ഷരം എഴുത്തിന്റെ പെരുന്തച്ഛൻ MT വാസുദേവൻ നായർക്ക് വിട. ജീവിതത്തിൽ മറക്കാനാവാത്ത MTയുടെ ഓർമ്മകൾ ഏറെ ദുഃഖത്തോടെ പങ്കുവെക്കുകയാണ് തുഞ്ചൻ പറമ്പിലെ ട്രസ്റ്റ് മെമ്പർമാരും ജീവനക്കാരും. തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് മുൻ സൂപ്രണ്ട് വഴുതക്കാട് രാജേന്ദ്രൻ, സൂപ്രണ്ട് TP സുബ്രഹ്മണ്യൻ, ട്രസ്റ്റ് മെമ്പർ P കൃഷ്ണൻകുട്ടി മാസ്റ്റർ, ലൈബ്രറിയൻ S കമൽനാഥ്, പറവണ സ്വദേശി മുജീബ് മനാർ എന്നിവർ MT വാസുദേവൻ നായരുടെ നിര്യാണത്തിൽ അനുശോചിച്ചു. തെയ്യംപാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും വെറും 2% മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ഉടൻ തെയ്യംപാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ. എന്ത് പറയണമെന്ന് അറിയാത്ത ഒരവസ്ഥയിലാണ്. 1993 MT ഇതിൻ്റെ ചെയർമാനായി വരുമ്പോൾ ഞാനിവിടെ ഒരു ജീവനക്കാരനായിട്ടുണ്ടായിരുന്നു. ഒരു സ്നേഹത്തിൻ്റെ കൂടാരം തന്നെയായിരുന്നു അദ്ദേഹം. ഈ സ്ഥാപനം ഈ രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്നതിൽ അദ്ദേഹം ചെയ്ത വലിയൊരു സംഭാവന ഉണ്ട്. അത് കേരളത്തിന് മറക്കാൻ പറ്റാത്ത ഒന്നാണ്. ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഓരോരുത്തരോടും കാണിക്കുന്ന സ്നേഹം അത് ഓർക്കാനും കൂടി കഴിയില്ല, അത്രയ്ക്ക് വലുതാ. ഏകദേശം നമ്മൾ 10-30 വർഷക്കാർ തുഞ്ചൻ പറമ്പുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടുള്ള ഇതിൻ്റെ ചെയർമാനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളതാണ് MT. ഈ തുഞ്ചൻ പറമ്പിലുള്ള എല്ലാ പുരോഗതിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഇവിടെയുള്ള എല്ലാ ബിൽഡിങ്ങുകളും എല്ലാ ഇതിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു പരിപാടി ആരെങ്കിലും എവിടെയെങ്കിലും പോയി ഏറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തുഞ്ചൻ പറമ്പിന് കീഴിലുള്ള ആ സംഭാവന തരുന്ന ഇതിനാണ് അയാൾ പ്രത്യേകം പ്രാധാന്യം കൊടുത്തിരുന്നത്. അങ്ങനെ തൻ്റെ ഓരോരോ പരിപാടിക്കും കിട്ടുന്ന പ്രതിഫലങ്ങളെല്ലാം തുഞ്ചൻ പറമ്പിലുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതിലിവിടെയുള്ള മ്യൂസിയം ആയാലും അതേപോലെ പ്രധാനപ്പെട്ട ഓഡിറ്റോറിയങ്ങളായിട്ടുള്ള ഇപ്പോൾ ചെറുതും വലുതുമായിട്ട് 2 ഓഡിറ്റോറിയങ്ങളാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ മ്യൂസിയം ഉണ്ട്. അതുപോലെ പ്രധാന എണ്ണം പറഞ്ഞൊരു ലൈബ്രറി ഉണ്ട്. അതിലുള്ള ആയിരക്കണക്കിനുള്ള ലക്ഷക്കണക്കിനുള്ള പുസ്തകം ഉണ്ട്. അത് എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് വന്നതാണ്. കഴിഞ്ഞ വർഷം മലയാള അക്ഷരമാല എന്നൊരു പുസ്തകം തുഞ്ചൻ പറമ്പിൽ നിന്ന് ഇറക്കുകയുണ്ടായി. അതിൽ അദ്ദേഹം മലയാളത്തിൻ്റെ ഭാഷാ പ്രതിജ്ഞ മനോഹരമായി ചൊല്ലുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാലും മലയാള ഭാഷയോട് വളരെ വലിയ സേവനമാണ് അദ്ദേഹം നൽകിയത് എന്ന് പറയാം. ഭാഷയെ പരിപോഷിപ്പിക്കുന്നതിനും ഭാഷാപിതാവായിട്ടുള്ള എഴുത്തച്ഛൻ്റെ സ്മരണകളെ ഇന്നും ദീപ്തമായി നിർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളിലും മുഴുകിക്കൊണ്ട് മലയാളികളോട് മലയാള ഭാഷയോട് എല്ലാ തരത്തിൽപ്പെട്ട ഒരിക്കലും മറക്കാൻ കഴിയാത്ത സേവനമാണ് തുഞ്ചൻ പറമ്പ് എന്ന ഈ മലയാള ഭാഷയുടെ ഈ ഹൃദയഭൂമിയെ നിലനിർത്തുന്നതിന് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. MTയുടെ വിയോഗം നമ്മളെ മൊത്തത്തിൽ എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ഈ തുഞ്ചൻ പറമ്പിൻ്റെ പരിസരവാസികളും ഈ തിരൂർ നിവാസികളും മലയാള മണ്ണ് ഒന്നടങ്കം MTയോട് കടപ്പെട്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ തുഞ്ചൻ പറമ്പിനെ ഒരു സാംസ്കാരിക കേന്ദ്രമാക്കുന്ന ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ്. കാരണം ഇതൊരു ചരിത്ര മുഹൂർത്തമാക്കിയ ഈ തുഞ്ചൻ പറമ്പിനെ സാംസ്കാരിക കേന്ദ്രമാക്കുന്നതിലുള്ള പങ്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതേപോലെ നമ്മുടെ സാഹിത്യരംഗത്ത് ഇവിടെ തുഞ്ചനുത്സവം നടക്കുന്ന സമയത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വിദേശത്തുമുള്ള പല സാഹിത്യകാരന്മാരെ ഈ തുഞ്ചൻ പറമ്പിൻ്റെ മണ്ണിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ പ്രഭാഷണം നടത്താനും സെമിനാറുകളിൽ പങ്കെടുപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ ആ ഒരൊറ്റ കഴിവ് മാത്രമാണ്. ഇത് വേറെ ഒരു സ്ഥലത്തും കഴിയാത്ത അത്രത്തോളം നമ്മുടെ ഈ അറിയപ്പെടുന്ന, അതായത് ഇന്ത്യയിലെ വ്യത്യസ്ത ഭാഷകളിലെ സാഹിത്യകാരന്മാർ ഈ വേദിയിൽ ഇവിടെ വന്ന് MTയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. പലരും ഈ മണ്ണിലേക്ക് വരാൻ പറ്റാത്ത ആളുകൾ പോലും ഇവിടെ എത്തി ഇവിടെ പ്രഭാഷണത്തിലും സെമിനാറിലും പങ്കെടുത്തത് ഞാൻ ഓർക്കുകയാണ്. സാറിൻ്റെ വിയോഗം തുഞ്ചൻ സ്മാരകത്തിനും ഒരു കനത്ത നഷ്ടമാണ്. ഈ ഞങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളിലും സാറിൻ്റെ ഒരു മോട്ടിവേഷൻ
അത് വളരെ വിലപ്പെട്ടതായിരുന്നു.